ഇന്ന് അസമിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ 5450 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലെ എമർജൻസി ലാൻഡിംഗ് എയർ സ്ട്രിപ്പ് ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. जो पूर्णतः सजग और शत्रु की सीमा के भीतर कार्यवाही के लिए तैयार है. In situations of natural calamities, the Indian Air Force has been at the forefront of nation's humanitarian assistance and disaster relief efforts. In such eventualities, citizens do need immediate medical attention irrespective of availability of the airfield. Look up once again. Here you see call sign Sehdev 1 piloted by Wing Commander Chandan and Squadron Leader Ashwant, and number 2 piloted by Squadron Leader Anil and Flight Lieutenant Shashank, coming in configured as casualty evacuation platform. Be on the lookout as Sehdev sweep in for humanitarian assistance to rescue the citizens, ensuring they receive immediate medical attention while being airlifted to safety. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറെ സന്തോഷമുള്ള ദിവസം കൂടിയാണ് അസമുകാർക്ക് ഇന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെത്തുമ്പോൾ എന്തൊക്കെ വികസന പദ്ധതികളാണ് അസമിൽ പ്രഖ്യാപിക്കുക? ഇപ്പോൾ എങ്ങനെയാണ് ഉദ്ഘാടന ചടങ്ങ് പുരോഗമിക്കുന്നത് ജിഷ്ണു? അശ്വതി, അസമിൽ 5450 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ ദിബ്രുഗഡിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക എയർ സ്ട്രിപ്പിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. അതേ എയർ സ്ട്രിപ്പിലാണ് പ്രധാനമന്ത്രി ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം അവിടെയും യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ആ എയർ സ്ട്രിപ്പിൽ നിന്ന് പറന്നുയരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടാതെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഉൾപ്പെടെയുള്ളവർ ആ കാര്യം വീക്ഷിക്കുകയുണ്ടായി. ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലാണ് സൈനികർക്കും ഒപ്പം എമർജൻസി ഘട്ടത്തിൽ സിവിൽ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കാവുന്ന തരത്തിൽ എയർ സ്ട്രിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് വടക്കിഴക്കൻ മേഖലയിലുള്ള സൈനിക നീക്കങ്ങൾക്ക് ഏറെ നിർണായകമാകുന്ന തരത്തിലാണ് ഈ എയർ സ്ട്രിപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അവിടെയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ എയർ സ്ട്രിപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം യുദ്ധവിമാനങ്ങൾ സുഖോയ്, വ്യോമസേനയുടെ സുഖോയ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങളാണ് ആ എയർ സ്ട്രിപ്പിലൂടെ നിലവിൽ പറന്നുയർന്നിട്ടുള്ളത്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വീക്ഷിക്കുകയാണ്. ഇതിനുശേഷം നടക്കുന്ന ചടങ്ങിൽ അസമിൻ്റെ വിവിധ മേഖലകളിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒപ്പം റോഡ് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിലായി 5450 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, അത് പ്രഖ്യാപനങ്ങൾക്കപ്പുറത്തേക്ക് അസമിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പദ്ധതികളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ ഇതിനോടകം തന്നെ BJP ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക സന്ദർശനം. അശ്വതി, തീർച്ചയായും ജിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ എത്തിയിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. And with this, we come to the end of today's flying display and operationalization of the first emergency landing facility of the Northeast India here at Moran. We now prepare to bid farewell to our Honorable Prime Minister, Shri Narendra Modi ji. He is now departing from this venue, carrying with him pride and aspirations of the nation. His presence here today has further strengthened our resolve towards progress, security and self-reliance. हमारे माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का कुशल नेतृत्व आज भारत को नई ऊर्जा, आत्मविश्वास और नई दिशा की तरफ ले जा रहा है. माननीय प्रधानमंत्री एक दूरदर्शी मार्गदर्शक के रूप में राष्ट्र को नई सोच और नई दिशा प्रदान कर रहे हैं. उनके नेतृत्व में सड़कों, रेल मार्गों
യെസ്, അസമിന്റെ ആശകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പച്ചക്കൊടി. 5450 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അസമിനായി ഇന്ന് പ്രധാനമന്ത്രി സമർപ്പിക്കുക. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. പ്രധാനമന്ത്രി ഇപ്പോൾ അസമിലെത്തിയിരിക്കുന്നു. ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിലെ എമർജൻസി ലാൻഡിംഗ് എയർ സ്ട്രിപ്പാണ് ഉദ്ഘാടന ചടങ്ങിനായി ഒരുങ്ങിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതെല്ലാം വീക്ഷിക്കുകയാണ്. എയർ സ്ട്രിപ്പിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുകയാണ്. ജിഷ്ണു ഉണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ജിഷ്ണു, എപ്പോഴാകും ഉദ്ഘാടന ചടങ്ങ്? അശ്വതി, ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ദിബ്രുഗഡിലെ മൊറാൻ ബൈപ്പാസിൽ അവിടെ തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന്. ആ എയർ സ്ട്രിപ്പിലാണ് പ്രധാനമന്ത്രി ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ തന്നെ വ്യോമസേന അറിയിച്ചത് ആ എയർ സ്ട്രിപ്പിൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ പറക്കലും ഒപ്പം പരിശീലന പറക്കലുണ്ടാകും. അതാണിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ഉൾപ്പെടെയുള്ളവർ വീക്ഷിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു എയർ സ്ട്രിപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ്. ശേഷം നടക്കുന്ന പൊതുപരിപാടിയിലാണ് 5450 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുക. മുൻ കാലഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാരുകൾ, ഡൽഹി ഭരിക്കുന്ന സർക്കാരുകൾ തിരിഞ്ഞു നോക്കാതിരുന്ന ഭൂപ്രദേശങ്ങളായിരുന്നു വടക്കുകിഴക്കൻ മേഖല. വടക്കുകിഴക്കൻ മേഖലയ്ക്ക് കൃത്യമായ പ്രാധാന്യം നൽകുകയോ അവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുകയോ റെയിൽ, വ്യോമ, റോഡ് ഗതാഗത കണക്ടിവിറ്റിക്ക് പ്രാധാന്യം നൽകുകയോ ചെയ്യാതിരുന്ന സ്ഥലത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകിക്കൊണ്ട് വടക്കുകിഴക്കൻ മേഖലയുടെ വികസനത്തിന് വേണ്ടി മാത്രം പ്രത്യേക മന്ത്രാലയം രൂപീകരിക്കുകയും അവിടെ വികസന പദ്ധതികൾ എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് സംസ്ഥാനത്ത്, അതായത് അസമിൽ 5450 കോടി രൂപയുടെ വികസന പദ്ധതികൾ, കൂടാതെ പ്രത്യേക എയർ സ്ട്രിപ്പ് ദിബ്രുഗഡ് എന്ന മേഖലയിൽ വ്യോമസേനയുടെ അല്ലെങ്കിൽ സൈനിക ആവശ്യങ്ങൾക്കും സിവിൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന തരത്തിൽ മൊറാൻ ബൈപ്പാസിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക എയർ സ്ട്രിപ്പിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കൽ നടത്തുന്നു. അത് പ്രധാനമന്ത്രി വീക്ഷിക്കുകയാണ്. അതിനുശേഷം നടക്കുന്ന പൊതുചടങ്ങിലാണ് വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കുക. അശ്വതി. ശരി ജിഷ്ണു, നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളൊന്ന് പ്രേക്ഷകരെ കാണിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതാ അസമിലെത്തിയിരിക്കുന്നു. അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 5450 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് അസമിന് സമർപ്പിക്കുക.